ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടികളുണ്ടാവാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നോ? ഇത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കണം. അല്ല, അത് വിശാഖ നക്ഷത്രത്തിലുള്ള ദോഷം കൊണ്ട് പറയുന്നതാ. സൽഗുണസമ്പന്നരായ മക്കളുണ്ടാകണമെങ്കിൽ വ്രതം നോക്കണം. ഓം വിനായക, ഓം വിനായക. അച്ഛമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? മിണ്ടരുത് വിടലേ. എന്റെ കൊച്ചിനെ വിടലേന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ ഓടിക്കഞ്ഞ്. ഇവരുടെ ശരീരത്തിലെ പാതിരാപ്പിശാശ് കയറിയേക്കാണ്. കളിയാക്കരുത്. ഞാൻ നിങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടി, ഈ നിൽക്കുന്ന രാജുവിനും കൃതികയ്ക്കും വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്. ഇത് മാരുതവ്രതമാണ്, എല്ലാരും അനുഷ്ഠിക്കണം. ഞാൻ ഇന്ത്യയിലെ എല്ലാ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും ഒരു തീർത്ഥയാത്ര പോവുകയാണ്. നിങ്ങൾ തീർത്ഥയാത്ര പോകുന്നതിന് ഞങ്ങളുടെ ഉറക്കം കളയുന്ന എന്തിനാ? കേൾക്ക്. നാമക്കൽ കർണാടകയിലെ 5 മുഖ ഹനുമാൻ ക്ഷേത്രം, പരുതല ആഞ്ജനേയ ക്ഷേത്രം, ആഴുവൻകോട് ഹനുമാൻ ക്ഷേത്രം, ഇരിങ്ങോൾകോവ് ക്ഷേത്രം, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഒരു തീർത്ഥയാത്ര. ആയിക്കോ, അതിന് ഞങ്ങൾ എന്ത് വേണം? എടി മണ്ടി, ഞാൻ നിങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഹനുമാൻ ദർശനത്തിന് പോണത്. ഈ നിൽക്കുന്ന രാജുവിനും കൃതികയ്ക്കും വേണ്ടി, ഇവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി. അവർക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയാൽ മതിയോ? അതിന് അവരും കൂടെ വിചാരിക്കണ്ടേ? ഓ, ഇവളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. ഈ കുഞ്ഞിന്റെ നാള് പറഞ്ഞ് ജ്യോത്സ്യനെ കൊണ്ട് ഞാനൊന്ന് നോക്കിച്ച്. ഏത് ജ്യോത്സ്യര്? ജ്യോതിഷരത്നം ഡോക്ടർ കാരക്കാമണ്ഡപം ദണ്ഡപാണി. അതിന് ഋതുമോളുടെ നാളെന്താ? വിശാഖം. ജനന സമയവും അറിയാം. 2002 ആഗസ്റ്റ് 10 വെളുപ്പിന് 4 മണി. ശരിയാണോ? ശരിയാ രാജു. സന്താന ഭാഗ്യത്തിന് ചെറിയ തടസ്സമുണ്ട്. ഈ കുട്ടിയുടെ ജനന സമയത്ത് ശല്യനാരായണൻ എന്നൊരു ഗുളികൻ ആ വഴിക്ക് കടന്നുപോയി. അതുകൊണ്ട് ഈ സമയത്ത് സന്താന ഭാഗ്യം ഉണ്ടായാൽ ഭർത്താവ് തട്ടിപ്പോവൂന്ന ദണ്ഡപാണി ജ്യോത്സ്യര് പറഞ്ഞത്. മോനെ, പേടിക്കാനൊന്നുമില്ല. ഈ വീട്ടിലെ എല്ലാരും 1 മാസത്തേക്ക് വ്രതം അനുഷ്ഠിക്കണം. വ്രതം എന്ന് പറഞ്ഞാൽ നോയമ്പ്. കഠിന ബ്രഹ്മചര്യമായിരിക്കണം. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സംസാരിക്കുന്നതിന് തെറ്റില്ല. ശുദ്ധമായിരിക്കണം. മത്സ്യമാംസാദികൾ വർജിക്കണം. അപ്പൊ നിങ്ങക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണക്ക അയലക്കറിയൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ എടുത്ത് പള്ളയിലറിയടി. ഉണക്ക അയലക്കറി ആ കൂട്ടാച്ചട്ടി തല്ലി പൊട്ടിക്കടി. ഈ വക വൃത്തികെട്ട സാധനങ്ങളൊന്നും ഈ വീട്ടിൽ കണ്ടുപോകരുത്. ആഞ്ജനേയ, ഇവരോടൊക്കെ ക്ഷമിക്കണേ. അറിവുകേട് കൊണ്ടും ഗതികേട് കൊണ്ടും ഉണക്കമീനൊക്കെ കഴിച്ചു പോണതാണ്. അപ്പൊ ഇനി മുതൽ ചിക്കൻ ഫ്രൈ കഴിക്കാൻ പാടില്ലേ? മിണ്ടരുത് നീ. കഠിന ബ്രഹ്മവ്രതം അനുഷ്ഠിക്കുമ്പം ചിക്കൻ ഫ്രൈയും പോത്തൊലത്തും
ഇനി ഈ വീട്ടിൽ ഒരു മാസത്തേക്ക് മുട്ട പോലും പാടില്ല. മുട്ടയിടുന്ന കോഴിയുണ്ടെങ്കിൽ തല്ലി കൊല്ല്. ഇതെന്ത് വ്രതം? മക്കളിങ്ങ് വരൂ. ചെല്ല്. ഞാൻ ചില തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും രാജുമോന്റെ ജീവന് വേണ്ടിയുമാണ്. വ്രതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കണം. ഒരു നോട്ടം കൊണ്ടുപോലും പിശക് പറ്റരുത്. ഞാൻ തൽക്കാലം കേരളത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്തമ്മേ? സന്താന ഭാഗ്യത്തിന് വേണ്ടിയല്ലേ? ചെയ്തേ പറ്റൂ. കുട്ടികളുണ്ടാവാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നോ? ഇത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കണം. അല്ല, അത് വിശാഖ നക്ഷത്രത്തിലുള്ള ദോഷം കൊണ്ട് പറയുന്നതാ. സൽഗുണസമ്പന്നരായ മക്കളുണ്ടാകണമെങ്കിൽ വ്രതം നോക്കണം. നിരാശപ്പെടണ്ട. ഒരു മാസത്തെ വ്രതത്തിന് ശേഷം നിങ്ങളുടെ ശാന്തി മുഹൂർത്തം. ഇങ്ങനെ വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണോ നിങ്ങൾക്ക് ജയനുണ്ടായത്? അത് എനിക്ക് വ്രതം അനുഷ്ഠിക്കാത്തത് കൊണ്ട് പറ്റിപ്പോയ ഒരു തെറ്റാ. ഓട്ടം തുള്ളലിൽ പെട്ടുപോയപ്പോ പറ്റിയ ഒരു അബദ്ധം. മക്കളെ, ഈ വേണുവാശാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കരുത്. ഇങ്ങനെ നിരീശ്വരവാദിയാ. ഈ വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഉണ്ടാവില്ല. അയ്യോ, ഹനുമാൻ സ്വാമികളെ, ആഞ്ജനേയ, വായുപുത്ര, എന്റെ ഭഗവാനെ, ഇവരെ കാത്തോളണേ. അവര് നമുക്കിട്ട് 8ന്റെ പണി തന്നതാണോ? അവരെ ആള് തട്ടിപ്പാ. പക്ഷെ എന്റെ ജനന തീയതി നാളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ.